സൗദിയിൽ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വദേശീവൽക്കരണ തോത് വർദ്ധിപ്പിക്കുന്നു. പ്രവാസി മലയാളികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. ആരോഗ്യ മേഖലയിൽ സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള രണ്ടാം ഘട്ട നടപടികൾ പ്രാബല്യത്തിലായി. തിരഞ്ഞെടുക്കപ്പെട്ട 4 തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയത്. സ്വകാര്യ ആരോഗ്യ മേഖലയിൽ 65% മുതൽ 85% വരെ വിവിധ തസ്തികകളിൽ സൗദിവൽക്കരണ തോത് ഉയർത്തി. ആരോഗ്യ മന്ത്രാലയവും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവുമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഡയറ്റീഷ്യൻ, ഫിസിയോതെറാപ്പി തസ്തികകൾ 80%, മെഡിക്കൽ ലബോറട്ടറികൾ 70%, റേഡിയോളജി 65% എന്നിങ്ങനെയാണ് സ്വദേശിവൽക്കരണ തോത്. സ്പെഷ്യാലിറ്റി യോഗ്യതയുള്ളവർക്ക് 7000 റിയാലും ടെക്നീഷ്യൻ യോഗ്യതയുള്ളവർക്ക് 5000 റിയാലുമാണ് സ്വകാര്യ മേഖലയിലെ സൗദി സ്വദേശികൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ വേതനം. രാജ്യത്തെ എല്ലാ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരിക്കപ്പെട്ട 4 തസ്തികകളിലും തുല്യവേതന നിരക്കാണ് നടപ്പിലാക്കുന്നത്. സ്വദേശിവൽക്കരണ തോത് നടപ്പിലാക്കാത്ത സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പിഴയടക്കമുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരും. എല്ലാ സ്ഥാപനങ്ങളും കർശനമായി പുതുക്കിയ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾക്കനുസൃതമായാണ് സൗദിയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറും ഇത്.